നമസ്കാരം. പ്രധാന വാർത്തകൾ. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ മഴ സാധ്യത. സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ 3 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇതിനോടൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 17, 21 തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഏപ്രിൽ 18 മുതൽ 20 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. കൊച്ചി, ദുബായ് വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള 3 വിമാന സർവീസുകൾ റദ്ദാക്കി. UAE പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയത്. കനത്ത മഴയിൽ റൺവേയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ തിരിച്ചുവിട്ടു. പ്രതികൂല സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ അടുത്തുള്ള ലഭ്യമായ എയർപോർട്ടിലേക്ക് വിമാനങ്ങൾ തിരിച്ചുവിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസ് പ്രതിയായ മുൻ SI തൂങ്ങി മരിച്ച നിലയിൽ. ബലാത്സംഗ കേസിൽ പ്രതിയായ ഇൻസ്പെക്ടർ സൈജു MVയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ SHO ആയിരുന്ന സൈജുവിനെ കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിന് പരിസരത്തെ മരത്തിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ബലാത്സംഗ കേസിൽ വ്യാജരേഖകൾ സമർപ്പിച്ച് ജാമ്യം നേടിയത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതിനിടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടുമങ്ങാട് സ്വദേശിയായ സൈജു 2 ബലാത്സംഗ കേസിൽ പ്രതിയായിരുന്നു. മലയൻകീഴ് ഇൻസ്പെക്ടറായിരിക്കെയാണ് സൈജു MVക്കെതിരെ ഒരു വനിതാ ഡോക്ടറും മറ്റൊരു യുവതിയും പോലീസിൽ പീഡന പരാതി നൽകിയത്. പരാതിയുമായി എത്തിയ ഡോക്ടറെ സൗഹൃദം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു ഒരു പരാതി. ഈ കേസിൽ ജാമ്യം ലഭിക്കാൻ പോലീസ് GD രജിസ്റ്ററിൽ സൈജു കൃത്രിമം കാണിച്ചെന്ന് പിന്നീട് കോടതി കണ്ടെത്തി ജാമ്യം റദ്ദാക്കിയിരുന്നു. നെടുമങ്ങാട് സിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. സൈജുവിനെതിരെ നേരത്തെയും പീഡന പരാതി ഉയർന്നിരുന്നു. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമെന്നായിരുന്നു സൈജു നൽകിയ വിശദീകരണം. ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത കേസിൽ ദമ്പതികൾക്കും ബന്ധുവിനും 34 വർഷം തടവും പിഴയും വിധിച്ചു. കഞ്ചാവും MDMAയും പിടികൂടിയ കേസിൽ ദമ്പതികൾക്കും ബന്ധുവായ യുവാവിനും 34 വർഷം കഠിന തടവും പിഴയും വിധിച്ച് കോടതി. കൊണ്ടോട്ടി, മൊറയൂർ, കീഴങ്ങാട്ട്, തൊടിവീട്ടിൽ അബ്ദുറഹ്മാൻ, ഭാര്യ സീനത്ത്, ബന്ധു ഉബൈദുള്ള എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. മഞ്ചേരി NDPS സ്പെഷ്യൽ കോടതി ജഡ്ജി MB ജയരാജാണ് പ്രതികൾക്ക് 34 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചത്. 74.669 കിലോഗ്രാം കഞ്ചാവും 52 ഗ്രാം MDMAയുമാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. 2022 ജൂലൈ 31-നാണ് കേസിനാസ്പദമായ സംഭവം. പുലർച്ചെ 1:50 മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്കൂട്ടർ നടത്തിയ പരിശോധനയിലാണ് ഉബൈദുള്ള പിടിയിലാവുന്നത്. 5.5 കിലോഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദമ്പതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അബ്ദുറഹ്മാന്റെ വീട്ടിനകത്തു നിന്നും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നുമായി 69.169 കിലോഗ്രാം കഞ്ചാവും 52 ഗ്രാം MDMAയും കണ്ടെത്തുകയായിരുന്നു. ക്യൂവിൽ നിൽക്കെ മോൺസൺ മാവുങ്കലിന്റെ ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചു. പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന മോൺസൺ മാവുങ്കലിന്റെ ഭാര്യ ത്രേസ്യാമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. 68 വയസ്സായിരുന്നു. ചേർത്തല ട്രഷറിയിൽ പെൻഷൻ വാങ്ങുന്നതിനെത്തി ക്യൂ നിൽക്കുമ്പോഴാണ് കുഴഞ്ഞു വീണത്. ട്രഷറി ജീവനക്കാർ ചേർത്തല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അധ്യാപികയായി വിരമിച്ചയാളാണ് ത്രേസ്യാമ്മ. മക്കൾ മാനസ്, മിമിഷ. ജോൺ ബ്രിട്ടാസിന്റെ പ്രഭാഷണം വിലക്കി കേരള VC. ജോൺ ബ്രിട്ടാസ് MB കേരള സർവകലാശാലയിൽ നടത്താനിരുന്ന പ്രഭാഷണം വൈസ് ചാൻസലർ തടഞ്ഞു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. ഇടതു ജീവനക്കാരുടെ സംഘടനയായ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനാണ് പ്രതിമാസ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത്. എല്ലാ മാസവും പരമ്പര നടത്താറുണ്ടെന്നും പ്രഭാഷണ പരമ്പര പൊതുപരിപാടിയല്ലെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. പരിപാടി നടത്തരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ ജോൺ ബ്രിട്ടാസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു.
സുഗന്ധഗിരി മരമുറി കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥ കെ നീതുവിന് സസ്പെൻഷൻ. സുഗന്ധഗിരി മരമുറി കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. കൽപ്പറ്റ റേഞ്ചർ കെ നീതുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ജാഗ്രത കുറവുണ്ടായി എന്ന വിജിലൻസ് റിപ്പോർട്ടിന്മേലാണ് നടപടി. റേഞ്ചർ കെ നീതുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ 11 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയേക്കുമെന്നും സൂചനയുണ്ട്. കൽപ്പറ്റ റേഞ്ചിലെ 6 BFO, 5 വാച്ചർമാർ എന്നിവർക്കെതിരെയാകും നടപടി. വനം വകുപ്പ് എടുത്ത കേസിൽ നിലവിൽ 9 പ്രതികളാണുള്ളത്. ഈ പ്രതിപട്ടികയിലേക്ക് വനം വാച്ചർ ജോൺസനെ കൂടി ചേർക്കാൻ വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. അനധികൃതമായി മരം മുറിക്കാൻ ജോൺസന്റെ ഒത്താശയുണ്ടെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് ശുപാർശ. സംഭവത്തിൽ സസ്പെൻഷനിലായ കൽപ്പറ്റ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ചന്ദ്രനെ പ്രതി ചേർക്കുന്നത് പരിശോധിക്കണമെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. വീടിന് ഭീഷണിയായ 20 മരം മുറിക്കാനുള്ള ഉത്തരവിന്റെ മറവിൽ 102 മരങ്ങൾ ആകെ മുറിച്ചെന്ന് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൽപ്പറ്റ റേഞ്ചിലെ 6 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയും 5 വനം വാച്ചർമാരെയും വൈകാതെ സ്ഥലം മാറ്റിയേക്കും. തിരുവനന്തപുരത്ത് ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരനെ ഹോട്ടൽ ജീവനക്കാർ കൂട്ടം ചേർന്ന് ആക്രമിച്ചു. അഭിമന്യു എന്ന യുവാവിനാണ് മർദ്ദനമേറ്റത്. തിരുവനന്തപുരത്തെ പ്രമുഖ ഹോട്ടലിലെ ജീവനക്കാരാണ് അഭിമന്യുവിനെ കൂട്ടം കൂടി മർദ്ദിച്ചത്. വാഹനം കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ഓർഡർ ചെയ്ത ഭക്ഷണം എടുക്കാനായാണ് ഇരുചക്ര വാഹനത്തിൽ അഭിമന്യു ഹോട്ടലിലെത്തിയത്. ഈ സമയത്ത് ഹോട്ടലിലെ ജീവനക്കാർ ഒരു കാർ റിവേഴ്സ് എടുത്തപ്പോൾ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. 4ഓളം വരുന്ന ഹോട്ടൽ ജീവനക്കാർ യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഭക്ഷണ വിതരണ ജീവനക്കാരനാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത്. യുവാവ് പ്രകോപനപരമായി പെരുമാറിയെന്നും ചീത്ത വിളിച്ചെന്നുമാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത്. കാറിൽ നിന്നിറങ്ങവേ കാൽ തെന്നി വീണു. അതേ വണ്ടി കയറി ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ദാരുണാന്ത്യം. ആലപ്പുഴയിൽ ചേപ്പാട് മുട്ടം വലിയകുഴി നെടുന്തറയിൽ ശ്രീലാലാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. വീടിന് മുകളിൽ കാറിൽ വന്നിറങ്ങിയതിന് പിന്നാലെ ശ്രീലാൽ കാൽ തെന്നി വണ്ടിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. സുഹൃത്തുക്കളുമൊത്തുള്ള യാത്രയ്ക്ക് ശേഷം വീടിന് മുന്നിൽ വന്നിറങ്ങിയപ്പോഴാണ് സംഭവം നടന്നത്. പുറത്തിറങ്ങി വാതിലടച്ച ഉടൻ ശ്രീലാൽ കാൽ വഴുതി കാറിനടിയിലേക്ക് വീണു. എന്നാൽ കാർ ഓടിച്ചിരുന്ന സുഹൃത്ത് ഇതറിയാതെ കാർ മുന്നോട്ടെടുത്തപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇടുക്കി ഉപ്പുതറ ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ശ്രീലാൽ. പെൺകുട്ടികളെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിട്ടയച്ചത് രാത്രിയെന്ന് പരാതി നൽകിയ പെൺകുട്ടികളെ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തി ഉച്ച മുതൽ രാത്രി വരെ സ്റ്റേഷനിൽ പിടിച്ചുവെച്ചതായി പരാതി. കസബ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ഒരു സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയ വിദ്യാർത്ഥിനികൾക്കാണ് ദുരനുഭവം ഉണ്ടായത്. കുട്ടികളെ അന്വേഷിച്ച് രാത്രി കുടുംബം എത്തിയതോടെയാണ് എല്ലാവർക്കും വീട്ടിൽ പോകാൻ അനുവാദം ലഭിച്ചത്. എന്നാൽ പെൺകുട്ടികളെ സ്റ്റേഷനിൽ ഇരുത്തിയ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷ് പറഞ്ഞു. വിദ്യാർത്ഥികളെ മൊഴി രേഖപ്പെടുത്തി പെട്ടെന്ന് വിടേണ്ടതാണെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു.